ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസിലെ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഇത് എപ്പോഴും നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്ന, ബോധ്യപ്പെടുത്തി തരുന്ന സംഭവങ്ങളാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറയെ. ഇതാണ് കറക്റ്റായിട്ടുള്ള മറുപടി. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. 2 വീടുകളിൽ നിന്ന് വരുന്ന 2 പേരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്. അപ്പം എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെയായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. അവസാനം വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്വത ഇല്ലാത്ത തീരുമാനമാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവളോട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് 2 പേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീതിങ്ക് ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. CP ഷിയാബ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഷിയാബ് നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ്. ഷിയാബിന്റെ വീഡിയോ കണ്ട് ഇഷ്ടം തോന്നിയ പെൺകുട്ടി ഷിയാബിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകളുടെ എതിർപ്പിനെ മറികടന്ന് അവർ തമ്മിൽ കല്യാണം കഴിച്ചു, ഒരു പെൺകുഞ്ഞ് ജനിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് എന്ത് ഉപദേശം കൊടുക്കാം, എന്ത് മോട്ടിവേഷൻ കൊടുക്കാം, എന്ത് കാര്യം പറഞ്ഞു കൊടുക്കാം. പക്ഷേ പല സാഹചര്യങ്ങളും സ്വന്തം ലൈഫിൽ വരുമ്പോഴും നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനോ ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനോ ഒന്നും പറ്റാറില്ല. നല്ലൊരു മോട്ടിവേറ്റർക്ക് ചിലപ്പം ഒരു നല്ലൊരു ഭാര്യയോ നല്ലൊരു ഭർത്താവ് ആവാൻ കഴിഞ്ഞോളന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ഉപദേശം കൊടുക്കാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ഷിയാബും വൈഫും ഇപ്പോൾ ഡിവോഴ്സ് ആയി എന്നും അല്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. ഷിയാബ് തന്നെ അതിനെതിരെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഷിയാബ് തന്നെ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ട് പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല. ഷിയാബ് തന്നെ പറയുന്നു, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്, ലീഗലി ഞങ്ങൾ ഡിവോഴ്സിലല്ല. എന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് മുന്നോട്ട് പോകണോ പോകണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബ്രേക്കാണ്, ഒരു ഗ്യാപ്പാണ്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ, ഒരുമിച്ച് മുന്നോട്ട് പോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോട്ടെ. ഒരു കാര്യം കൂടി, മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ ഉപദേശം കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല സ്വന്തം കാര്യത്തിൽ പല തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് മനസ്സിലാക്കുന്നതും എല്ലാവർക്കും നല്ലതാണ്.